ഒരു ഊരില്ല പൈസയും കൊടുത്തേരെ പൈസയും കൊടുത്തേക്കെ. ഓഹോ, അപ്പൊ ഇന്നും മാറ്റമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏത് കടയിൽ പോയാലും എന്തോ സാധനം മേടിക്കാനായാലും ഒരു കാര്യമില്ലാതെ എന്റെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചോണ്ടിരിക്കുന്നത്. ദിവസവും എന്റെ അടുത്ത് വന്നിരുന്ന പൈസ ചിലവുള്ള ഓരോ കാര്യങ്ങൾ പറയും. എന്നിട്ട് എന്നെയും കൂടെ പ്രലോഭിപ്പിച്ച് ആ പൈസ എന്നെ കൊണ്ട് കൊടുപ്പിക്കും. നീ ഇവന്റെ എക്സ് എനിക്ക് ഓക്കെ പറഞ്ഞത് അറിഞ്ഞു കാണോ? അതിനാണ് ഇനി ഇവ ഈ പക പോക്കുന്നത്. വിനായക വൈകിട്ട് കുമാറോമന്റെ മോളെ കല്യാണത്തിനുണ്ട്. വെട്ടി അറയണ്ടേ ഇന്ന് പോയിട്ട്? പിന്നെ വെട്ടി അറയണ്ടേ? വെട്ടിയാ മാത്രം മതിയാ, വല്ലോ കൊടുക്കണ്ടേ ഇവിടെ ഗിഫ്റ്റ് ആയിട്ട് വല്ലോ? വീണ്ടും പൈസ കാര്യത്തിലോട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം. എന്റെ ഇപ്പൊ ഒന്നുമില്ല. നിനക്ക് കുറച്ച് പൈസ റോൾ ചെയ്യാൻ പറ്റുമോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്? അയ്യോ പറ്റൂല. ആ, അങ്ങനെ ഇതും എന്റെ തലയിലായി. വണ്ടിയിൽ എണ്ണ കയറുന്നടാ. എണ്ണ കയറുന്ന എണ്ണ അടി അങ്ങോട്ട്. നിന്റെ അച്ഛനെ വിളിക്കല്ലേ ഞാൻ വണ്ടി എടുത്തത്? അത് നീ പറഞ്ഞിട്ട് അച്ഛൻ നടന്നു വന്നോളും, നീ പോണ്ട. ഓ, അപ്പൊ അടുത്ത പൈസ ചിലവ് ഉണ്ടാക്കി തരാനുള്ള പരിപാടിയാണ്. നാളെയാണ് ടൂർ പോണത്, നീ വരുന്നില്ലേ? എന്റെ പൈസയും കൂടെ നീ ഇടണം. നീ ഇപ്പം എന്റെ അടുത്ത് എന്തൊക്കെയോ വൈരാഗ്യം വെച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് മാത്രം പൈസ ചെലവാക്കിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന അതാണ് സത്യം. എന്തിനെങ്ങനെ ചെയ്യുന്നത്? കാരണമുണ്ട്, വ്യക്തമായ കാരണമുണ്ട്. കഴിഞ്ഞ ആഴ്ച നീ എന്നെ ഏതാ ഉത്സവത്തിന് വിളിച്ചോണ്ട് പോയിട്ട് അവിടെ കിടക്കുന്ന ഗോലി സോഡ, ഗോലി അടിക്കാത്ത സോഡ, കുലുക്കി സോഡ, കുലുക്കി അടിക്കാത്ത സോഡ എല്ലാം നീ എന്നെ പൊട്ട് വാങ്ങിപ്പിച്ചില്ലറ എന്റെ പൈസക്ക്. പക വെച്ചുള്ള പെരുമാറ്റമല്ലേ? അതെ, പക. ഒരു 50 രൂപയുടെ ഇതിനാണ് നീ എന്നെ കൊണ്ട് ഇത്ര ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത്. നിന്നെയൊക്കെ ഉണ്ടല്ലടാ, പയർ നിറച്ച് പൊറോട്ട വാങ്ങി തന്നിട്ട് നിനക്ക് വെള്ളം തരാതായാലും മുറിയിലിട്ട് പൂട്ടിക്കളയണം. തുപ്പല് കുടിച്ച് ജീവിക്കണോ ഞാൻ? തുപ്പല് കുടിച്ച്